ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കാളിയർമഠം വിഷ്ണുമായ ടെമ്പിൾ, തൃക്കങ്ങോട്, ഒറ്റപ്പാലം. മെഡ്സ്റ്റാർ ഹോസ്പിറ്റൽ, സുപ്രഭാത് ആർക്കേഡ്, നിയർ ശ്രീനാരായണ എഞ്ചിനീയറിംഗ് കമ്പനി, വാടാനംകുറിശി. ഇത് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പൂവക്കോട് പ്രദേശം. മാർക്കശ്ശേരി വീട്ടിൽ സുരേഷ് നിമ്യ ദമ്പതികളുടെ മകനായ നവനീത് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കുട്ടി കർഷകനുള്ള അംഗീകാരം ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ്. നമ്മൾ പഞ്ചായത്തിന് പ്രാവശ്യം ഈ ചിങ്ങമൊന്നിന് ഒരു അവാർഡ് കിട്ടിയല്ലോ, അതെന്തിനായിരുന്നു കിട്ടിയത്? കൃഷി അവാർഡോ? ഇത്ര ചെറുപ്പത്തിലോ? കൃഷി അവാർഡാണ് കിട്ടിയത്. അത് എന്തിനു കിട്ടിയത്? ഏറ്റവും നല്ല കർഷകൻ, കുട്ടി കർഷകൻ അല്ലേ? ഓക്കെ. അപ്പൊ അത് കിട്ടിയപ്പോ എന്ത് തോന്നി? സന്തോഷമായി. അങ്ങനെ അവാർഡ് കിട്ടുന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു? അതെങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു അവാർഡ് കിട്ടുന്നു? പ്രതീക്ഷിച്ചിരുന്നു ചോദിച്ചപ്പോ കിട്ടിയിരുന്നു അല്ലേ? കിട്ടുന്നില്ലേ? ഓക്കെ. പട്ടാമ്പി CGM സ്കൂളിലെ 2ാം ക്ലാസ്സുകാരനെ കർഷക ദിനത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ അംഗീകാരം തേടിയെത്തിയപ്പോൾ അത് തികച്ചും അർഹതയ്ക്കുള്ള അംഗീകാരം തന്നെയായിരുന്നു. വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് നവനീതിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുക. മാന്യപ്രേക്ഷകർക്ക് STVയുടെ കൃഷിഭൂമിയിലേക്ക് സ്വാഗതം. എത്ര ക്ലാസ് പഠിക്കുന്നത്? ഏതാ സ്കൂള്? CGM. ഈ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഈ ആ അവാർഡിന്റെ വലിപ്പം എത്രയാണെന്ന് അറിയോ? അറിയില്ല. അതായത് അവാർഡിന്റെ ആ ഒരു രൂപത്തിന്റെ പൈസ അല്ല പറയുന്നത്, അതിന്റെ മൂല്യമുണ്ട്. മൂല്യം എന്ന് പറയുന്നത് അതിന്റെ ഒരു പ്രാധാന്യമുണ്ട്. അത് ഈ പഞ്ചായത്തിലെ, ഈ നമ്മുടെ 22 വാർഡുള്ള ഒരു പഞ്ചായത്തിൽ നിന്ന് ഏറ്റവും നല്ല കുട്ടി കർഷകൻ കിട്ടിയ അവാർഡാണ്. അതൊരു ഈ നാട്ടിലെ മൊത്തം ജനങ്ങളുടെ അംഗീകാരമാണ്. അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ? എങ്കിൽ ഈ ഒരു കാർഷിക മേഖലയിലേക്ക് അല്ലെങ്കിൽ കൃഷി ചെയ്യണം, ചെറുപ്പത്തിൽ തന്നെ കൃഷി ചെയ്യണം എന്നൊക്കെ ഒരു തോന്നൽ വരാൻ കാരണം എന്താ? രവിമാമയുടെ പിന്നാലെ പാടത്തുകൂടെ നടന്നിട്ട്. രവിമാമയാണ് ഇതിന്റെ പ്രചോദനം അല്ലേ? അപ്പൊ അങ്ങനെ രവിമാമ എന്തൊക്കെയാ പഠിപ്പിച്ചു തരാറ്? അപ്പൊ രവിയാമ ഇങ്ങനെ പിന്നാലെ നടക്കുമ്പോ ഞാനും പോവും. അപ്പൊ രവിയാമ കൃഷിയൊക്കെ കണ്ട് ഞാൻ പഠിക്കും. അപ്പൊ അതിനോടൊരു താല്പര്യം തോന്നി. പഠിത്തത്തിലോ? പഠിത്തത്തിൽ അങ്ങനെയല്ല, ഒപ്പം പഠിക്കും വേണം. ചെളിയെ അറപ്പില്ല, വെയിലിൻ്റെ ചൂട് പ്രശ്നമല്ല. ഒഴിവു സമയങ്ങളിൽ മുഴുവൻ തൻ്റെ വിനോദം കാർഷിക പ്രവൃത്തികളിലാണ്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, LKGക്ക് മുൻപേയുള്ളതാണ് കാർഷിക വിളകളോടുള്ള പ്രേമം. നവനീതിനെ കാർഷിക മേഖലയുടെ വ്യത്യസ്തവും വൈവിധ്യവുമായ മേഖലകളിലേക്ക് നയിച്ചത് നവനീതിൻ്റെ മാമനായ രവിമാമൻ ആണ്. ഇടയ്ക്കിടയ്ക്ക് രവിമാമൻ എന്ന പേര് നവനീത് ഉയർത്തുന്നുണ്ട്. തൻ്റെ കൃഷി സ്നേഹത്തിന് ഒപ്പം നിന്ന്
എല്ലാം പറഞ്ഞു കൊടുക്കാൻ രവിമാമൻ ഒപ്പമുണ്ട് എന്നത് നവനീത് അഭിമാനത്തോടെയാണ് പറയുന്നത്. ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ രവിമാമ എപ്പോഴും ഒപ്പം ഉണ്ടാവാറുണ്ടോ? എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ഉപദേശങ്ങളും ചെയ്യും. അപ്പൊ അത് രവിമാമയാണോ കൃഷി ചെയ്യുന്നത് അതോ നവനീത് തന്നെയാണോ? ഞാനും ചെയ്യാറുണ്ട്, രണ്ടാളും ചെയ്യാറുണ്ട്. അതെ. അല്ല അപ്പൊ ഈ ഇവിടെ കുറെ കയ്പ വെണ്ട കണ്ടു, പയറ് കണ്ടു, അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതാ. ഒറ്റയ്ക്ക് ചെയ്യുന്ന. അപ്പൊ ഇതിലൊക്കെ എപ്പോഴും രാവിലെ സമയം കിട്ടാറ്? ലീവ് കിട്ടുമ്പോ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ. പിന്നെ സ്കൂളിൽ വന്ന സമയങ്ങളിൽ അല്ലേ? അപ്പൊ ഈ കൃഷി എന്ന രീതിയിൽ ഇപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഇന്നലെ വെണ്ടയ്ക്ക പൊട്ടിച്ചു, എന്നെ അത് മോണ്ടാക്കിയ ഇത് കറി വെച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ എത്ര മാസം പോലെയാണ് എന്നെ കൃഷി ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് തുടങ്ങിയതപ്പോ? അല്ല, ഒരു 1ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ഉണ്ടോ? LKG മുതൽ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അത് ശരി. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് കൃഷിയെ ഇത്രയധികം ഇഷ്ടപ്പെടാൻ ഉള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ ചെടികളെ വളരെ പാവമായാണ് ഈ കുട്ടിക്കർഷകൻ കാണുന്നത്. അവർക്ക് ദാഹിക്കുമ്പോൾ വെള്ളം കൊടുക്കാനും വിശക്കുമ്പോൾ വളം കൊടുക്കാനും ചെറുപ്പം മുതലേ ശീലിച്ചതു തന്നെയാണ് നാടിൻ്റെ അംഗീകാരമായി ഉയരാൻ ഈ 2ാം ക്ലാസ്സുകാരന് കഴിഞ്ഞത്. ഞാറു പറിക്കാനും ഞാറു നടാനും ഈ കുട്ടിക്കർഷകന് അറിയാം. നെൽവിത്തുകളുടെ പേരുകൾ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഭാവിയിൽ എന്താകാനാണ് എന്ന ചോദ്യത്തിന് എനിക്ക് ഒരു കൃഷി ഓഫീസർ ആകണമെന്ന ദൃഢനിശ്ചയം ഈ 2ാം ക്ലാസ്സുകാരൻ പറയുമ്പോൾ അത് നേടിയെടുക്കുന്നതിനായി പ്രകൃതി നവനീതിന് ഒപ്പമുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്രയേറെ കൃഷിയെ നവനീത് സ്നേഹിക്കുന്നു. ഈ കൃഷി ഇതിനെങ്ങനെ ഒരു നമ്മളിപ്പോൾ കുട്ടികളാകുമ്പോൾ ഈ ഒരു പ്രായത്തിലൊന്നും നമുക്ക് കൃഷിയോട് അത്ര ചിലപ്പോൾ ഒരു ചെടി കണ്ടാൽ നോക്കി നിൽക്കും, അല്ലെങ്കിൽ പൂവ് കണ്ടാൽ ആസ്വദിക്കും. പക്ഷെ നമുക്കത് ചെയ്യണം എന്നൊരു തോന്നലൊന്നും വരാറില്ല സാധാരണത്തിൽ ഈ ഒരു പ്രായത്തിൽ. അപ്പോൾ അത് ചെയ്യണം എന്നൊരു തോന്നൽ വരാൻ കാരണം എന്താ? അതല്ലേ? എങ്ങനെയാലും അപ്പൊ ഒരു പാവം പോലെ തോന്നാണ്. ഞാൻ വെള്ളം ഒഴിച്ചെടുക്കും, അതിന് വളം ഇട്ടെടുക്കും, അങ്ങനെ ചെടികളെ കണ്ടൊരു പാവമായിട്ട് തോന്നുകയാണ്. അപ്പൊ നമ്മൾ അതിന് വളർത്താൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൊടുക്കുക, വളം കൊടുക്കുക, ഇതൊക്കെ ഒരു സ്വയം തോന്നിയതാണ് അല്ലേ? അപ്പോ പിന്നെ മാമന്റെ ഒപ്പം പോയിട്ടുള്ള ഒരു പരിചയം. അപ്പൊ ഇനി ഭാവി പരിപാടി എന്തിനുണ്ടോ? നമ്മൾ കുറേയും കൂടി നല്ല ഒരു വലിയൊരു കർഷകനാവണം, ഒപ്പം പഠിക്കണം, അത് നിർബന്ധമാണ്. മാർക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. കൃഷി മാത്രമാക്കരുത്, കൃഷി വേണം, അത് നിർബന്ധമായിട്ട്. നമ്മൾ കളിക്കുന്ന ആ ഒരു അവസരത്തിൽ നമ്മൾ കൃഷിയെ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ അധ്വാനം അതിൽ വരും, അതോടൊപ്പം വരുന്നത്. പക്ഷെ പഠനം ഒപ്പം കൊണ്ടുപോകണം. വേറെ എന്തെങ്കിലും നല്ല ആഗ്രഹം ഉണ്ടോ ഈ കാർഷിക മേഖലയിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്? യെസ്, കൺഗ്രാജുലേഷൻ. അവർ കൃഷി ഓഫീസർ ആവണം എന്നാണ് ലക്ഷ്യം അല്ലേ? അപ്പോൾ എത്ര 2ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾക്ക് കൃഷി ഓഫീസർ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പൊ അതന്നെ വലിയൊരു കാര്യം. അപ്പൊ കാർഷിക മേഖല എന്തായാലും വിടാൻ പോകുന്നില്ല. നമ്മൾ നിർബന്ധമായിട്ട് അവസരം കിട്ടുമ്പോൾ ഗ്രോ ബാഗ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? അതിലപ്പോ വെള്ളം നിറയ്ക്കലും മണ്ണ് നിറയ്ക്കലോ വളരലൊക്കെ ആരാ? ഒറ്റയ്ക്ക് ചെയ്യാം. അപ്പൊ വീട്ടിൽ അച്ഛനും അമ്മയൊന്നും സഹായിക്കാറില്ലേ? രവിമാമണ്ടല്ലോ ഒപ്പം. പിന്നെ ഇപ്പോ അതുകൊണ്ട് പിന്നെ അച്ഛനും അമ്മയുടെ ആവശ്യമില്ല. ഓക്കെ. മറ്റൊരു കാര്യം കിട്ടും, അതായത് ഈ ചെടികൾക്ക് നമ്മുടെ കാര്യം നേരത്തെ പറഞ്ഞു. അതുപോലെ ഈ പിന്നെ ഞാറ് നടാൻ പോക്കുണ്ട്, നെല്ലിന്റെ കാര്യങ്ങൾ മുഴുവൻ അറിയാന്നൊക്കെ പറയുന്നു. അതൊക്കെ ശരിയാണോ? അറിയോ? ഞാറ് നടാൻ പോക്കുണ്ടോ? എങ്ങനെ, ആരുടെ പോവുക? അതെ. അപ്പൊ ഈ ഞാറ് നടാറുണ്ടോ? ഞാറ് നടാറുണ്ടോ? വെറുതെ നുണ പറയരുത്. അതെ. അപ്പൊ വിത്തുകളുടെ പേരൊക്കെ അറിയോ? ഏതൊക്കെ നെല്ല് വിത്ത്? ഉമ്മ, ജ്യോതി, ഇതൊക്കെ അറിയല്ലേ? അപ്പോ അത് ഏത് രീതിയിലാണ് അവരെ സഹായിക്കുക? ഞാറ് നടുമ്പോ മറ്റേ ഒപ്പം നടാൻ കൂടാറുണ്ടോ? അതെ. ഈ പിന്നെ കൊയ്തെടുക്കുമ്പോഴോ ഇതൊക്കെ ചെയ്യാറുണ്ടോ ഈ പ്രായത്തില്?
നമ്മൾ വരമ്പിലൂടെ നടക്കുമ്പോൾ കണ്ടത്തിൽ നടക്കാനാണ് നവനീതിന് ഇഷ്ടമെന്ന് രവിമാമനും പറഞ്ഞു. സീസൺ കൃഷികളെക്കുറിച്ച് നന്നായി അറിയാം. വേണ്ട സമയത്ത് കൃഷി ഇറക്കുന്ന സമയം ഓർത്തെടുക്കാൻ പ്രത്യേക മിടുക്കാണ് നവനീതിന് എന്ന് രവിമാമൻ പറഞ്ഞു. ഒരു കാര്യം ഒരു തവണ ചെയ്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും പഠിക്കാനുള്ള കഴിവ് നവനീതിനുണ്ടെന്ന് രവിമാമൻ എടുത്തു പറയുന്നു. നമ്മൾ നവനീതിനോട് സംസാരിച്ചപ്പോൾ അമ്മാവൻ ഒരു കർഷകനാക്കിയത് ഒരു എടുത്തു പറഞ്ഞൊരു കാര്യം, ഒരു 2ാം ക്ലാസ്സുകാരനാണ്. ഈ 2ാം ക്ലാസ്സുകാരന് വെറുതെ ഒരു കൃഷി ചെയ്യുക എന്നതിനേക്കുള്ളപരി അറിഞ്ഞ് കൃഷി ചെയ്യാൻ ഒരു പ്രാപ്തനാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം 2ാം ക്ലാസ്സുകാരോട് നമ്മൾ ചോദിച്ചപ്പോൾ എവിടെ എത്തണം എന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു കൃഷി ഓഫീസർ ആവണം എന്ന് പറയുണ്ടായി. അതിൻ്റെ പിന്നിലുള്ള പ്രചോദനം മുഴുവൻ ഇടയ്ക്കിടയ്ക്ക് വാക്ക് ഉപയോഗിക്കുന്നതാണ് രവിമാമനെ കുറിച്ച്. അപ്പോൾ ആ കുട്ടിയുടെ കൃഷിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അവൻ എങ്ങനെ വെച്ചാല് നമ്മള് ചെറുപ്പം മുതലേ നമ്മുടെ കൂടെ ഇങ്ങനെ വന്നിട്ട് എല്ലാ കാര്യത്തിനും ഒരു വിത്ത് നടലും മുതല് പാടത്തേക്ക് പോകുമ്പോ സ്ഥിരം പോരും. അത് ചെറുപ്പം മുതലേ നമ്മളായിട്ടൊരു അറ്റാച്ച്മെന്റ് അങ്ങനെ കൂടിയിട്ട് പിന്നെ പാടത്തേക്കായാലും റോഡിലേക്കായാലും എപ്പോഴായാലും അതൊരു നിർബന്ധമായി അങ്ങനെ പോരല്ലോ, ഒരു ശീലമായി മാറിയത്. പക്ഷെ ആ ശീലം പിന്നെ തുറച്ചിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. കാരണം വെറുതെ ഇരിക്കല്ല, ഒരുപാട് ഐറ്റംസ് ഇപ്പൊ കുറെ കുറഞ്ഞിരിക്കുകയാണ്. അറിയാൻ കഴിഞ്ഞത് കണ്ടമാനം സാധനങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഒരു കൃഷി അറിഞ്ഞുകൊണ്ട് ചെയ്യാന്ന് പറയുമ്പോൾ അത് താങ്കളെ പോലുള്ളൊരു പാരമ്പര്യ കർഷകന്റെ അറിവ് തന്നെയാണ് അതിന് പ്രചോദനം എന്നുള്ളത് നമുക്ക് വിലയിരുത്താൻ കഴിയും. അപ്പോ എന്ത് തോന്നുന്നു മറ്റുള്ള പ്രവർത്തനം? അവനെങ്ങനെയാണെന്ന് വെച്ചാൽ എന്ത് കണ്ടാലും അവൻ അതിനെ കുറിച്ച് കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കും. ഇനിയിപ്പോ എന്തായാലും ഇനിയിപ്പോ ഈ കൃഷിയല്ല വേറെ എന്ത് കാര്യങ്ങളായാലും പഠിക്കണം എന്ന് തോന്നുന്ന എല്ലാ കാര്യത്തിനെ കുറിച്ചും പറയണേ. മാത്രമല്ല ഇപ്പോൾ ഒരു കൃഷി ഓഫീസർ ആവണമെന്നാണ് ലക്ഷ്യം പറഞ്ഞത്. അത് കാര്യം ഈ അടിസ്ഥാനപരമായി ഇത്രയും സ്നേഹമുള്ള ഒരു കാർഷിക മേഖലയിൽ സ്നേഹിക്കുന്ന ഒരാൾ അതിന്റെ തലപ്പത്തെത്തുമ്പോൾ അതിന്റെ പ്രചോദനം ആ പ്രദേശത്തിന് മൊത്തം കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ അത് എന്തായാലും അങ്ങനെ ഉയരത്തിലെത്താൻ കഴിയട്ടെ. മറ്റ് ഇവരെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എടുത്തു പറയാൻ കാര്യം ഈ ഒരു ചെടികൾ നടുക വളരുക എന്നൊക്കെ നമുക്ക് സാധാരണ കുട്ടികൾ ചിലപ്പോൾ ചെയ്യാവുന്നുണ്ട്. പക്ഷെ ആൾക്ക് നമ്മൾ സംസാരിച്ചപ്പോ നെല്ലിനെ കുറിച്ച് വരെ നല്ല വിവരമുണ്ട്. പാടത്ത് സ്ഥിരമായിട്ട് വരും. ഞാറ് പറിക്കാൻ ചളിയിൽ ഇറങ്ങാനൊന്നും ഒരു മടിയില്ല. ചളിയിൽ ഇറങ്ങിയാണ്ട് ഞാറ് പറിക്കാൻ നമുക്ക് ആവശ്യം തോന്നും. കൊയ്യുന്ന സമയത്തൊക്കെ സഹായിക്കില്ല. കൊയ്ത്തിന്റെ സമയത്ത് പാടത്ത് വന്ന് ആ കൊയ്ത്ത് വണ്ടിയിൽ കയറിയിരുന്ന് ഇങ്ങനെ ട്രാക്ടറിൽ കയറി ഇരിക്കണം. അതൊക്കെയാണ് പാടത്ത് വന്ന അങ്ങനെ ഫുള്ള് എൻജോയ് ചെയ്യാണ് ശരിക്കും. പാടത്ത് വന്ന ശരിക്കും അത് ആസ്വദിക്കുകയാണ്. കൃഷിന്ന് ശരിക്കും ഒരു കുട്ടി കളിക്കാൻ പോകുന്ന പോലുള്ളൊരു ഫീലാണ് ശരിക്കും. അതാണ് അവന്റെ പാടത്ത് വന്നാലുള്ള ഒരു സ്ഥിതി. അതാ പാടത്തിന് വന്നാല് വണ്ടിയിൽ കയറി ഇരിക്കുക, അങ്ങനെ ചളി കൂടെ നമ്മള് വരമ്പത്ത് കൂടെ നടക്കുമ്പോ നടത്തു കൂടെ നടക്കും. അല്ല അപ്പൊ നമ്മള് വിലക്കാരെന്തേലും ഉണ്ടോ? ചിലപ്പൊക്കെ ഇങ്ങനെ ഒന്ന് നിയന്ത്രണം വരുത്താറുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇങ്ങനെ പോട്ടെ. അവധി ദിവസങ്ങളിലേ നമുക്ക് കൊണ്ടുപോകും. ഈ സ്കൂള് അവധി സമയങ്ങളിൽ ശനി ഞായറൊക്കെ ചിലപ്പോ അതും ട്യൂഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗ്യാപ്പിലല്ലേ പോകും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ പച്ചക്കറി കൃഷിയൊക്കെ ആണെന്ന് വെച്ചാൽ വിത്ത് നടലൊക്കെ അവനാണ്. നമ്മള് അതിന്റെ പശ്ചാത്തലം ഒരുക്കി കൊണ്ടു വിത്ത് നടുക, കുമ്മായിടുക, യൂറിയ അതൊക്കെ എല്ലാം അറിയാം. ഒരു തവണ കണ്ടാൽ മതി. പിന്നെ അത് പഠിക്കാനുള്ള ആഗ്രഹം. അതെ, പിന്നെ നമ്മള് ഇന്ന ഇത്ര വട്ടത്തിൽ ഇടന്ന് പറഞ്ഞാൽ കറക്റ്റ് മാറ്റില്ല. പിന്നെ ഇപ്പൊ എന്താ വെച്ചാൽ ഈ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുമ്പോ ഈ നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് ആ രീതിയിൽ തന്നെ ചെയ്യും. പിന്നെ സീസണൊക്കെ ആയി കഴിഞ്ഞപ്പോ ചെണ്ടുമല്ലി നടന്ന സീസൺ ആയി കഴിഞ്ഞാൽ ഏറെക്കുറെ അവന് അറിയാം. അപ്പൊ ആ സമയത്തേക്ക് നമുക്ക് തൈ മേടിക്കാൻ പോണം. ചെണ്ടുമല്ലി അതുപോലെ ഏറെ കാര്യങ്ങൾ നേരത്തെ കൂട്ടി ആ ഒരു സമയനിശ്ചിതം ചെറിയൊരു ധാരണ അവനുണ്ട് അതിനെ കുറിച്ച്. ഒരു ജന്മനുള്ള ഒരു വാസനയാണ് ശരിക്കും. നമ്മളിടയ്ക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമല്ലോ. ഏറെക്കുറെ ഓണായിട്ട് അതിന് ദിവസം മുമ്പ് നമുക്ക് നടന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാലോ. അപ്പൊ അതിനൊക്കെ ആ ഒരു ഇത് സംസാരം കേട്ടാ പിന്നെ അവൻ റെഡിയാ. പിന്നെ അത് എന്നാ പോണ്ടെന്ന് ഇങ്ങോട്ട് ചോദിക്കല്ലോ. അത് ശരി, അത് മെമ്മറിയിൽ വെച്ചിട്ട്. പിന്നെ ഏതായാലും അത് പച്ചക്കറി ആയാലും വേണ്ടില്ല. ഏതായാലും ഒരു അർഹതയ്ക്കുള്ള അംഗീകാരം, നമ്മുടെ പഞ്ചായത്തിന്റെ ഒരു അംഗീകാരം എന്തായാലും മൂപ്പര് തേടിയെത്തിയിട്ടുണ്ട്. ഏതായാലും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ഞങ്ങളൂടി ആശംസിക്കുകയാണ്.
ശ്രീ വിഷ്ണുമായ സ്വാമിയേ നമഃ. ഇത് കാളിയാർ മഠം ശ്രീ വിഷ്ണുമായ മഹാക്ഷേത്രം. പാലക്കാട് ജില്ലയിൽ ചരിത്രവും ഐതിഹ്യങ്ങളും ഇടകലരുന്ന വള്ളുവനാടിന്റെ സ്ഥിരാകേന്ദ്രമായ ഒറ്റപ്പാലത്തിനടുത്ത് തൃക്കങ്ങോട് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പാരമ്പര്യ കുലാചാരകർമ്മങ്ങൾക്ക് പ്രസിദ്ധിയാർജിച്ച പുണ്യപുരാതന മഹാക്ഷേത്രം. നിത്യജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രശ്നങ്ങൾക്കും ജാതിമത ഭേദമന്യേ പരിഹാരമരുളുന്ന ഒരു മഹാശക്തി തലമുറകളായി ഈ മഠപ്പുരയിൽ പ്രഭ ചൊരിഞ്ഞു നിൽക്കുന്നു. ആരോഗ്യ സംരക്ഷണത്തിന് പുതിയ ആശയവുമായി മെഡ്സ്റ്റാർ ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിച്ചു. 24 മണിക്കൂറും മികച്ച വൈദ്യസേവനങ്ങൾ, ആധുനിക സംവിധാനങ്ങളും പരിചയസമ്പന്നരായ ഡോക്ടർമാരും, ലാബ്, ECG, ഫാർമസി, ഒബ്സർവേഷൻ, നെബുലൈസേഷൻ, ഓക്സിജൻ തുടങ്ങിയ സൗകര്യങ്ങൾ. ആകർഷകമായ ഹെൽത്ത് പാക്കേജുകൾ. 53 ടെസ്റ്റുകൾ ഉൾപ്പെടുത്തിയ ഫുൾ ബോഡി ചെക്കപ്പിന് 2500 രൂപ മാത്രം. 650 രൂപയ്ക്ക് 36 പരിശോധനകൾ ഉൾപ്പെടുത്തിയ മിനി പാക്കേജ്. 43 ടെസ്റ്റുകളോടെ മാസ്റ്റർ ഹെൽത്ത് പാക്കേജ് 1750 രൂപയ്ക്ക്. 39 പരിശോധനകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഫാമിലി ഹെൽത്ത് പാക്കേജ് 1100 രൂപ മാത്രം. 14 ടെസ്റ്റുകളുടെ ഡയബറ്റിക് പാക്കേജ് 850 രൂപയ്ക്ക്. 18 പരിശോധനകളോടെ പ്രീമിയം പാക്കേജ് 1200 രൂപ മാത്രം. 23 ടെസ്റ്റുകളോടുകൂടിയ ക്ലാസിക് പാക്കേജിന് വെറും 500 രൂപ മാത്രം. ആധുനിക മെഷീനറികളുടെ സഹായത്തോടെ പരിചയസമ്പന്നരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഉൾപ്പെടെ ലഭ്യമാണ്. റിസൾട്ടുകൾ വാട്സപ്പ് വഴിയും ഇമെയിൽ വഴിയും ലഭ്യമാകുന്നു. കാത് കുത്തിക്കൊടുക്കുന്നതിനും കീറിയ കാത് തുന്നിക്കൊടുക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ കിടപ്പ് രോഗികളെ വീട്ടിൽ വന്ന് പരിശോധിക്കുന്നതിനുള്ള സൗകര്യങ്ങൾക്ക് പുറമെ ഇഞ്ചക്ഷൻ, മുറിവ് ഡ്രസ്സിംഗ്, ബ്ലഡ് സാമ്പിൾ കളക്ഷൻ എന്നിവ വീട്ടിൽ വന്ന് ചെയ്തു കൊടുക്കുന്നു. ആരോഗ്യ സംരക്ഷണത്തിന് കരുതലും കൈത്താങ്ങുമായി മെഡ്സ്റ്റാർ ഹോസ്പിറ്റൽ, സുപ്രഭാത് ആർക്കേഡ്, ശ്രീനാരായണ കമ്പനിക്ക് സമീപം, വാടനംകുറിശി. ഫോൺ 9400 0478 42. ഗ്രാമപഞ്ചായത്തിൻ്റെ അംഗീകാരം തങ്ങളുടെ മകന് തേടിയെത്തിയതിൽ അതീവ സന്തോഷമുണ്ടെന്നും വരും തലമുറയെ കൃഷിയിലേക്ക് നയിക്കാൻ ഇത്തരമൊരു അവാർഡ് സർക്കാർ തലത്തിൽ ഏർപ്പെടുത്തിയത് വളരെ ശ്ലാഘനീയമാണെന്നും സുരേഷ് നിമ്യ ദമ്പതികൾ പറഞ്ഞു. പാരമ്പര്യ കർഷക കുടുംബമാണ് തങ്ങളുടേതെന്നും അതിൻ്റെ ഒരു ജീനാണ് അവന് കിട്ടിയിരിക്കുന്നതെന്നും നവനീതിൻ്റെ പിതാവ് പറയുന്നു. അച്ഛനൊരു നല്ല കർഷകനാണെന്ന് നമുക്ക് അറിയാം. എന്തൊക്കെയോ പാടശേഖര സമിതി സെക്രട്ടറി, അതിൽ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് പിന്നീട് വരാം. ഇപ്പോൾ നമ്മൾ മോന് നമ്മുടെ ഒരു പഞ്ചായത്തിൻ്റെ അംഗീകാരം അപ്പോൾ ഈ ചിങ്ങമൊന്നിന് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. എങ്ങനെ വിലയിരുത്തുന്നു? ഒരുപാട് സന്തോഷം. കാരണം അവാർഡുകൾ ഒരുപക്ഷെ ഭാവിയിൽ ഒരുപാട് കിട്ടിയേക്കാം. പക്ഷേ ഇത്ര ചെറുപ്പത്തിൽ 2ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ഒരു പഞ്ചായത്തിൻ്റെ അംഗീകാരം, ആ പഞ്ചായത്തിലെ ഏറ്റവും നല്ല ബാലകർഷകൻ അല്ലെങ്കിൽ കുട്ടി കർഷകൻ എന്നുള്ള രീതിയിൽ ആ ഒരു അവാർഡിലേക്ക് എത്തിച്ചു എന്നുള്ളത് ഒരുപാട് സന്തോഷം തോന്നുന്നു. അതിൽ ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വളർന്നു വരുന്ന തലമുറ, ഭാവി തലമുറയെ കൃഷിയിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ആ ഒരു സംവിധാനത്തിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ചെറിയ കുട്ടികളെ എടുത്തിട്ട് ഒരു അവാർഡ് കൊടുക്കാനുള്ള സാധ്യത. അപ്പോൾ പുതിയ തലമുറയെ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ഇത് ഒരുപാട് പ്രയോജനം ചെയ്യും. നമ്മൾ മറ്റൊരു കാര്യം, ഇപ്പോൾ കുട്ടികൾ പൊതുവെ ഈ കൃഷിയിലൊക്കെ താല്പര്യമുള്ള കുറേ കുട്ടികളുണ്ട്. പക്ഷേ ഈളെ സംബന്ധിച്ചിടത്തോളം ആ കൃഷി അറിഞ്ഞുകൊണ്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതായത് അതിന് നമുക്ക് സംസാരിച്ചപ്പോഴും അതുപോലെ അപ്പോൾ അമ്മാവനോടൊക്കെ സംസാരിച്ചപ്പോൾ കൃത്യമായിട്ട് എല്ലാ വിവരങ്ങളും അറിയാം. ഒരു കൃഷിക്ക് എന്തൊക്കെ വേണം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്ന് കൃത്യമായിട്ട് പഠിച്ചൊരു ഒരു പാരമ്പര്യ കർഷകൻ്റെ രീതിയിലാണ് ഈ ഒരു വിഷയത്തിൽ മൂപ്പരുടെ ഒരു ജ്ഞാനം. മാത്രമല്ല ഈ നെൽകൃഷിയെക്കുറിച്ചൊന്നും ഒരുപക്ഷെ ഇത്തരം കുട്ടികളോട് ചോദിച്ചാൽ അറിയപോലുമില്ല. പക്ഷേ ഇത് കൃത്യമായിട്ട് വിത്തിൻ്റെ പേര് അറിയുന്നു, ഞാറ് നടാൻ പോകുന്നു, ഞാറ് പറിക്കുന്ന രീതി അറിയാം, കൊയ്യുന്ന രീതി അറിയാം. അപ്പോൾ ആ മേഖലയിലേക്ക് കൊണ്ടുവരാൻ എങ്ങനെയാണ് കഴിഞ്ഞത്?
ഇതിൽ സത്യം പറഞ്ഞാൽ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങളുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. ഇത് കുറച്ച് ലളിതമായിട്ട് പറയാൻ നീർക്കോലയുടെ കുട്ടിയെ നീന്തക്കം പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞ പോലെ പാരമ്പര്യം ഞങ്ങൾ അച്ഛനായിട്ടും മുത്തശ്ശനായിട്ടും അച്ഛനായിട്ടും ഒക്കെ പാരമ്പര്യ കൃഷിക്കാരാണ്. അപ്പോൾ അത് അവൻ്റെ ജീനിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ലാതെ നമ്മളായിട്ടൊന്നും പറഞ്ഞു പഠിക്കും, ഒന്നിലും വിലക്ക് ഏൽപ്പിച്ചിട്ടില്ല. മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ചെടിയിലേക്ക് ഇറങ്ങുമ്പോൾ അരുത് എന്നിതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ അവൻ്റെ അമ്മാവൻ്റെ കൂടെ തന്നെ മുഴുവൻ സമയം, അമ്മാവൻ പരമാവധി സമയം കൃഷി ചെയ്യുന്നത് കൊണ്ട് അമ്മാവൻ്റെ കൂടെ പരമാവധി സമയം ചെലവഴിക്കുന്നത് കൊണ്ടായിരിക്കാം ഈ കൃത്യമായിട്ടുള്ള അറിവുകൾ നേടിയതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പഠനകാര്യത്തിലേക്ക് പിടിച്ചു കൊണ്ടുവരണമെന്നും എന്നാൽ കാർഷിക പ്രവൃത്തികളിൽ ആരുടെയും സഹായം വേണ്ടെന്ന് മാതാവും പറയുന്നു. തൻ്റെ മകൻ കളിപ്പാട്ടത്തിനു വേണ്ടിയല്ല വാശി പിടിച്ചത്, കൈക്കോട്ടിനു വേണ്ടിയാണ് എന്ന് സുരേഷ് പറയുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുക തന്നെ വേണം നവനീതിൻ്റെ പ്രവൃത്തിയിലൂടെ. കുട്ടികൾ ഇപ്പോൾ ഈ പഠിക്കുന്ന ഒരു സമയമാണ്. ഈ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ കുട്ടികളെ പൊതുവെ പഠനം ഒരു മാതൃകയാക്കിയിട്ട് വീട്ടിലിരുത്തുക എന്നൊരു അത് ഒരു രക്ഷിതാവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഇപ്പോൾ നമുക്ക് നിർബന്ധമല്ല എന്ന് പറയാനും കഴിയില്ല. അങ്ങനെ അടച്ചു പൂട്ടിയിടുന്നൊരു സംവിധാനം അല്ലാതെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? മുഴുവനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ ഈ പഠനകാര്യം വരുമ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ എഴുതാനും വായിക്കാനൊക്കെ ഇങ്ങനെ നിർബന്ധിക്കാറുണ്ട് ചില സമയത്ത്. കാരണം അവനെ അതിലേക്ക് ഇങ്ങനെ നമ്മൾ വലിച്ചു കൊണ്ടുവരണം. ഇതാണെങ്കിൽ അവൻ്റെ ഇഷ്ടത്തിന് അവൻ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ പഠനകാര്യത്തിൽ ചിലപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ ഭീഷണിപ്പെടുത്താറുണ്ട്. അല്ല, അത് സ്വാഭാവികം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്നിരുന്നാലും ആള് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ മുഴുവൻ ഇപ്പോൾ മറ്റുള്ള കുട്ടികൾ കളിക്കാൻ പോകുന്ന സ്വഭാവത്തിനെക്കാട്ട് ആ കളി ഇതൊരു ഇൻട്രസ്റ്റ് ആക്കി എടുത്തിട്ടുള്ളൊരു രൂപമാണ് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് പരിസരത്ത് അങ്ങനെ ഒരു കുട്ടി ക്ലബ്ബുകൾ എന്തെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല, അവൻ തൊട്ടടുത്ത വീടുകളിലൊക്കെ ഉള്ള കൂട്ടുകാരുണ്ട് എന്നാൽ പോലും മറ്റുള്ള കളികളേക്കാൾ കൂടുതൽ ആ സമയം കുട്ടികളൊക്കെ പുറത്ത് കളിക്കാൻ ഉപയോഗിക്കുന്ന സമയം മുഴുവൻ ഇവൻ കൊത്താനും കളയ്ക്കാനും നടാനും അതുപോലെ വിളവെടുപ്പിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാറുള്ളത്. ആള് നമുക്ക് സത്യസന്ധമായ മറുപടിയാണ് നമ്മൾ അയാൾ പറഞ്ഞിട്ടുള്ളത്. ശരിക്കും LKG മുതൽ തുടങ്ങിയിട്ടുണ്ടല്ലേ? ശരിക്കും LKG മുന്നേ അതായത് എനിക്ക് തോന്നുന്നത് അവൻ ആദ്യം കളിപ്പാട്ടത്തിന് വേണ്ടിയിട്ടല്ല, എനിക്ക് അവൻ ആ ചെറിയ കൈക്കോട്ടിന് വേണ്ടിയിട്ടാണ് അവൻ ഏറ്റവും കൂടുതൽ വാശി. അപ്പോൾ ഇത് കാലിൽ കൊള്ളും, അതുകൊണ്ട് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അന്ന് അതിനെ നെഗറ്റീവ് അടിച്ചിരുന്നു. പിന്നെ അതിന് ശേഷമാണ് ഞാൻ ആ ചെറിയൊരു കൈക്കോട്ട്, എനിക്ക് തോന്നുന്നു 3 വയസ്സിലൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. 3 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ആ ഒരു ചെറിയ കൈക്കോട്ടാണ് അവന് കളിപ്പാട്ടമായിട്ട് ആദ്യം മേടിച്ചു കൊടുക്കുന്നത്. മാത്രമല്ല ഈ 2 വയസ്സിൽ നിന്ന് കേട്ട മറ്റൊരു അത്ഭുതം, എനിക്ക് കൃഷി ഓഫീസർ ആവണം എന്നാണ് പറഞ്ഞത്. നമ്മൾ ഈ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു തൊഴിലിനെ കുറിച്ച് പോലും ചിന്തിക്കില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മുമ്പൊക്കെ കുട്ടികൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആകർഷിക്കുക ഡ്രൈവറെ, കണ്ടക്ടർ, എനിക്കൊരു കണ്ടക്ടറാണോ അല്ലെങ്കിൽ ഡ്രൈവർ ആവണം എന്നൊക്കെയാണ് നമ്മൾ സാധാരണ ഇതിൽ മുൻകാലങ്ങളിലൊക്കെ പറയുന്നത്. ഇപ്പോൾ ആളോടൊക്കെ വളരെ കൂളായിട്ട് എനിക്ക് കൃഷി ഓഫീസർ ആവണം എന്നാണ് പറയുന്നത്. അപ്പോൾ കൃഷി ഒരു മുഖവിലയ്ക്ക് എടുത്ത് അല്ലെങ്കിൽ ഹൃദയത്തിൽ പതിഞ്ഞ രീതിയിലാണ് ആളുടെ പെരുമാറ്റം. അതെ അതെ. കൃഷിഭവന്റെ തൈകളൊക്കെ വാങ്ങാനേ അവിടെ കൂടെ അവരോട് സംസാരിക്കാം. അപ്പൊ അവനറിയാം കൃഷി ഓഫീസർ ആയിക്കഴിഞ്ഞാൽ അവിടെ തൈകളും ആ കൃഷിയോടുള്ള താല്പര്യമാണ് കൃഷി ഓഫീസർ ആവണം എന്നുള്ളത്. പക്ഷേ ഈ കൃഷിയോടുള്ള താല്പര്യത്തിന് ഞാൻ കാണുന്നത് കൃഷി ഒരു ബിസിനസ്സായിട്ട് തന്നെ ഇന്ന് വരുന്ന തലമുറകൾ മുഴുവൻ IT അല്ലെങ്കിൽ ഡോക്ടർ, എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്താവണം എന്ന് ചോദിക്കുമ്പോൾ ആദ്യം പറയും ഡോക്ടർ ആവണം, വക്കീലാവണം, എഞ്ചിനീയർ ആവണം. ഇതെന്ന് മാറ്റിയിട്ട് എനിക്കൊരു കർഷകനാവണം എന്ന് പറയുന്ന ഒരു തലമുറയെ പൊതുസമൂഹം വാർത്തെടുക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഈ ചർച്ച ചെയ്താണെങ്കിൽ അതിലൊരു ചെറിയൊരു വ്യത്യാസം, താങ്കൾ യഥാർത്ഥ കർഷകനാണ്, അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ ഒരു കർഷകന് വേണ്ടത്ര അംഗീകാരം കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് ഈ മേഖലയിൽ നിന്ന് ഒരുപാട് ആളുകൾ മാറി നിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്ത് പറയുന്നത്? ഈ കർഷകരുടെ അംഗീകാരത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, അതൊരു പരിധി വരെ ആണെങ്കിൽ കൂടി മറ്റു വിധത്തിലുള്ള സപ്പോർട്ടുകൾ, അതായത് ഇതിൽ ഒരു കർഷകന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക്
കൃത്യമായിട്ടുള്ള വില, ഇടനിലക്കാരില്ലാതെ അവനതിൻ്റെ യഥാർത്ഥ വില കിട്ടാത്തത് കൊണ്ടാണ് പ്രധാനമായിട്ടും കാർഷിക മേഖലയിൽ നിന്ന് ആളുകൾ മാറിപ്പോകുന്നത്. അതായത് അവൻ്റെ വിയർപ്പിൻ്റെ, അവൻ്റെ അധ്വാനത്തിൻ്റെ പ്രതിഫലം കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ മേഖലയിലേക്ക് ആളുകളെ ആകർഷിക്കാതിരിക്കാനുള്ള കാരണം. പിന്നെ മാറ്റങ്ങൾ, കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ, പാരമ്പര്യ കർഷകനാണ് എന്ന് പറഞ്ഞിരിക്കാതെ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ, നൂതന കൃഷി രീതികൾ നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ പരമാവധി നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ, കൃഷിഭവൻ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ, കർഷകർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകളെ നമുക്ക് കൃഷിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ മോന് 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു കുട്ടികളുടെ ഇടയിൽ കാണുമ്പോൾ ഇതൊരു ആഗ്രഹം ആ കുട്ടികൾക്ക് തോന്നിക്കണം. അത് ആ രീതിയിലേക്കുള്ള പ്രവർത്തനം ഇപ്പോൾ നടന്നു കഴിയുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് അങ്ങനെ ഒരു മാർക്കറ്റ് ചെയ്യാനോ ഒരു പ്രചരണത്തിനോ നമുക്ക് കഴിയുന്നില്ല. പ്രചരണം അല്ല ഉദ്ദേശിക്കുന്നത്. കാരണം ചെറുപ്രായത്തിൽ തന്നെ കാർഷിക മേഖലയിൽ ഓരോരുത്തരും വരണം എന്നൊരു അഭിപ്രായമില്ലേ? തീർച്ചയായിട്ടും അത് വളരെ വലിയൊരു ആശയമാണ്. നമ്മൾ വളരെ ചെറുതായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. കുട്ടികളിലൂടെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് കുട്ടികളിലൂടെയാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ കുട്ടികളിലൂടെ ഭാവി തലമുറയിലേക്ക് കൃഷിയിലേക്കുള്ള ഒരു താല്പര്യം വളർത്തിയെടുക്കാൻ ഇത്തരത്തിലുള്ള അവാർഡുകൾ, അതല്ലെങ്കിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ, ഒരു സദസ്സിൽ വെച്ചിട്ടുള്ള ആ ഒരു അംഗീകാരം കിട്ടുമ്പോൾ അവർക്ക് ഒരു പ്രചോദനമായി മാറും. ഈ പ്രചോദനം ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ പല ആളുകളും പറഞ്ഞു എനിക്ക് സ്ഥലമില്ല, 2 സെൻറ്റേ ഉള്ളൂ, 3 സെൻറ്റേ ഉള്ളൂ, ചെറിയ വീടാ. ഈവൻ ഒരു 2 ഗ്രോ ബാഗ് അല്ലെങ്കിൽ 2-3 ഗ്രോ ബാഗ് വെച്ചാൽ തന്നെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളും അതല്ലെങ്കിൽ ചെറിയ ചെറിയ സാധനങ്ങൾ നമുക്ക് വീട്ടിലുണ്ടാക്കാം. ചീരയോ വെണ്ടയോ വഴുതനയോ പോലെയുള്ള സാധനങ്ങളൊക്കെ എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റും. ആർക്കും ചെയ്യാൻ പറ്റും. ഇത് ഓർഗാനിക് ആയിട്ട് ചെയ്തുകൊണ്ട് രാസവളങ്ങളില്ലാതെ അല്ലെങ്കിൽ കീടനാശിനികൾ ഉപയോഗിക്കാത്ത ഇത്തരത്തിലുള്ള പച്ചക്കറികളെങ്കിലും അവനവൻ്റെ ആവശ്യത്തിലുള്ളത് നമ്മളെല്ലാവരും വീടുകളിൽ ഉൽപ്പാദിപ്പിച്ച് ഒരു ആരോഗ്യപരമായിട്ടുള്ള തലമുറയെ വാർത്തെടുക്കുക. ഇത് ഇത്തരം ഒരു സംവിധാനം നമ്മളിപ്പോൾ ഈ ഒരു സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇത് പ്രചരിക്കേണ്ടത് തന്നെയാണ്. കാരണം കുട്ടികൾ എങ്ങനെയാണ് ഇത് കുട്ടികളുടെ ഒരു പ്രേരണ വരേണ്ടതുള്ളൂ. കാരണം ഇപ്പോൾ നമ്മൾ ഒരുപാട് ക്യാമ്പയിൻ നടക്കുകയാണ്, ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ട്. അത് വളരെ പ്രായമായതിനു ശേഷമാണ് ഇതിൽ ക്യാമ്പയിനിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ചെറുപ്പം മുതൽ തന്നെ അത്തരം ക്യാമ്പയിനുകളിൽ വരണമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു കാർഷിക സംസ്കാരം വരണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കുട്ടികളിൽ തന്നെ തുടങ്ങണം. അത് കൃത്യമായിട്ട് ഇപ്പോൾ ഒരുപാട് പദ്ധതികൾ സ്കൂൾ തലത്തിൽ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അത് എല്ലാ കുട്ടികളിലേക്കും അറിഞ്ഞുകൊണ്ട് എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അതെ. ഇത് പ്രാവർത്തികമാക്കാൻ ഞാൻ പറയുമ്പം ഇത് കൃഷി ഒരു പാഠ്യപദ്ധതിയായിട്ട് ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരഭിപ്രായം. കാരണം പാഠ്യവിഷയത്തിൽ ഉണ്ടെങ്കിൽ കൂടി കുറച്ചുകൂടി അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മെയിൻ വിഷയമായിട്ട് തന്നെ കൃഷിയെ ഉൾപ്പെടുത്തണം. ചെറിയ കുട്ടികളിലൂടെ മാത്രമേ നമുക്കിനി നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു സംസ്കാരം തിരിച്ചുപിടിക്കാൻ, കാർഷിക സംസ്കാരം തിരിച്ചുപിടിക്കാൻ സാധിക്കും. നിലവിൽ വളർന്ന ഒരാളോട് പറഞ്ഞിട്ട് നിങ്ങൾ കൃഷി എന്ന് പറയുമ്പോൾ അവർക്ക് അതിന് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ കുട്ടികളാവുമ്പോൾ അവരെ അതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മുടെ ആ കാർഷിക തനത് സംസ്കാരം നമുക്ക് നിലനിർത്താൻ സാധിക്കും. ഏതായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങളൊരു പാരമ്പര്യ കർഷക കുടുംബം തന്നെയാണ്. അതിൻ്റെ ഒരു ജീന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അതിനേക്കാൾ കുറേയും കൂടി ഉണ്ടോ എന്ന് നമുക്ക് സംശയം. കാരണം അത്ര രീതിയിൽ ആ കൃഷിയെ വളരെ രസകരമായിട്ട്, ചിലപ്പോൾ നമ്മൾ ഒരു നേരത്തെ കളിപ്പാട്ടത്തിന് പകരം കൈക്കോട്ടിന് വേണ്ടി നിലവിളിക്കുന്ന ഒരു കുട്ടിയൊന്നും നമുക്ക് അടുത്ത കാലത്തൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല, കാണില്ല. അപ്പോൾ അങ്ങനെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് ഒരു പാരമ്പര്യമായി കിട്ടിയത് തന്നെ ആയിരിക്കണം. ഏതായാലും ആ കുട്ടിയുടെ ഒരു പ്രവർത്തനം കണ്ട് മറ്റുള്ള അതേ പ്രായത്തിലുള്ളവരും അല്ലെങ്കിൽ താഴെയുള്ളവരും വലിയവരും അതിൻ്റെ ഒരു പ്രചോദനമാകാൻ കഴിയട്ടെ. അതെന്തായാലും ആ കുട്ടിയുടെ ഒരു അച്ഛനായി എന്നുള്ള നിലയ്ക്ക് നമുക്ക് 100% അഭിമാനിക്കാം എന്ന് മാത്രം ഞങ്ങൾ ആശംസിക്കുകയാണ്. താങ്ക് യു. എനിക്ക് ഒരു കർഷകനാകണമെന്ന് ഓരോരുത്തരും പറയുന്ന അവസ്ഥയിലേക്ക് കാർഷിക മേഖല വളരണമെന്നും അത് വിദ്യാർത്ഥികളിൽ കൂടി സാധ്യമാണെന്നും ഇത്തരം പാരിതോഷികങ്ങൾ അതിന് പ്രചോദനമാണെന്നും സുരേഷ് കൂട്ടിച്ചേർത്തു. നഷ്ടപ്പെട്ടുപോയ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കാൻ ഒരു പരിശ്രമമാണ് തൻ്റെ മകൻ നടത്തുന്നതെന്നും
ഇത്തരം പ്രവൃത്തികൾ പ്രാവർത്തികമാക്കാൻ സമൂഹം പ്രചോദനം നൽകണമെന്നും സുരേഷ് ആവർത്തിച്ചു. കൃഷി ഓഫീസർ എന്ന നവനീതിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം. നാളെയുടെ കാർഷിക മേഖലയുടെ സംസ്കാരത്തിനായി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കാളിയാർ മഠം വിഷ്ണുമായ ടെമ്പിൾ, തൃക്കങ്ങോട്, ഒറ്റപ്പാലം. മെഡ്സ്റ്റാർ ഹോസ്പിറ്റൽ, സുപ്രഭാത് ആർക്കേഡ്, നിയർ ശ്രീനാരായണ എഞ്ചിനീയറിംഗ് കമ്പനി, വാടാനംകുറിശി.